നമസ്കാരം. ജനാധിപത്യ ഭരണത്തിൽ ജനവികാരത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് തെളിയിക്കുകയാണ് പുതിയ UDF സർക്കാർ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിനെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ പോലെ അഹങ്കാരത്തോടെ ന്യായീകരിക്കാൻ നിൽക്കാതെ പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തി ഉചിതമായ തീരുമാനമെടുത്ത സംസ്ഥാന മന്ത്രി സണ്ണി ജോസഫിന്റെ നടപടി അതീവ അഭിനന്ദനാർഹമാണ്. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കൊടുവിൽ ബെന്നി തോമസ് തന്റെ സ്ഥാനം രാജിവെച്ചതായി മന്ത്രി സണ്ണി ജോസഫ് തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ നിയമനത്തിൽ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും പൂർണ്ണമായും വ്യക്തിപരമായ തീരുമാനപ്രകാരമാണ് ബെന്നി തോമസ് രാജി സമർപ്പിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ഈ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ ഒരു അവസരം പോലും നൽകില്ലെന്ന UDF സർക്കാരിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ വ്യക്തമാവുന്നത്. ഈ നിയമനത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ PSCയോ മറ്റ് മാനദണ്ഡങ്ങളോ നിയമപരമായി ഒന്നുമില്ല. ബന്ധപ്പെട്ട മന്ത്രിക്ക് പൂർണ്ണ വിശ്വാസ്യതയുള്ള തന്റെ വകുപ്പിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാൻ സഹായിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തെ പരിചയസമ്പന്നരെയാണ് അവിടെ നിയമിക്കാറുള്ളത്. ഒരു ബന്ധു എന്ന നിലയിലായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും പൊതുപ്രവർത്തന പരിചയവും മുൻനിർത്തിയാണ് മന്ത്രി കൂടെ കൂട്ടിയത്. ഈ വ്യക്തി തന്റെ ബന്ധുവാണെന്ന കാര്യം മന്ത്രി സണ്ണി ജോസഫ് ഒളിപ്പിച്ചു വെച്ചതുമില്ല. അദ്ദേഹം പരസ്യമായി തന്നെ അത് പറയുകയും ചെയ്തു. തനിക്ക് സ്വന്തം സഹോദരൻ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അല്ല സണ്ണി ജോസഫ് നിയമിച്ചത്, തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് നിയമിച്ചത്. എന്നിട്ടും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഇത് ചർച്ചയായപ്പോൾ ആ വിവാദങ്ങൾ തന്റെ സർക്കാരിന്റെ സുതാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കരുതെന്ന് കരുതി മാത്രമാണ് ബെന്നി തോമസ് ആ പദവിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞത്. ഇതിനെയാണ് യഥാർത്ഥ രാഷ്ട്രീയ മര്യാദ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്ത് നടന്ന നാണംകെട്ട ബന്ധു നിയമനവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യേണ്ടത്. അന്ന് മന്ത്രിയായിരുന്ന EP ജയരാജൻ തന്റെ ബന്ധുവിനെയും മറ്റു ബന്ധുക്കളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിച്ചത് യോഗ്യതകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു. അതിനെതിരെ കടുത്ത ജനവികാരം ഉയർന്നിട്ടും മാസങ്ങളോളം ആ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാനാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിച്ചത്. ഒടുവിൽ കോടതികളിൽ നിന്നും വിജിലൻസിൽ നിന്നും കനത്ത പ്രഹരമേറ്റപ്പോഴാണ് ഗതികേട് കൊണ്ട് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. മറ്റൊരു മന്ത്രിയായിരുന്ന KT ജലീൽ തന്റെ യോഗ്യതയില്ലാത്ത ബന്ധുവിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി നിയമിച്ചതും ഒടുവിൽ നാണംകെട്ട് പുറത്തുപോയതും കേരളം കണ്ടതാണ്. അന്ന് ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെല്ലാം അധികാരത്തിന് ഹുങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സണ്ണി ജോസഫ് ചെയ്തത് എന്താണ്? ഭരണം മാറിയ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കോടതി വിധിക്കോ കടുത്ത പ്രതിപക്ഷ സമരങ്ങൾക്കോ കാത്തു നിൽക്കാതെ വിവാദമുയർന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അളിയനെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി. ഇതാണ് UDF ഭരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവും തമ്മിലുള്ള നിലപാടിലെ വ്യത്യാസം. ഒരുപക്ഷെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും മുൻ സർക്കാരിനെ പോലെ സ്വന്തം അളിയനെ അവിടെ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ അതൊരു വലിയ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാവുമായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിലെ പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സർക്കാരിനെതിരെ തിരിയാൻ ഇതൊരു വലിയ ആയുധമായി മാറുമായിരുന്നു. എന്നാൽ സണ്ണി ജോസഫ് എടുത്ത ഈ ദീർഘവീക്ഷണമുള്ള തീരുമാനം വഴി പ്രതിപക്ഷത്തിന്റെ ആയുധമാണ് ഒടിഞ്ഞുപോയിരിക്കുന്നത്. സഭയിൽ പോലും പ്രതിപക്ഷ നേതാവിന് മന്ത്രി വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. യാതൊരുവിധ അഴിമതികൾക്കോ സ്വജനപക്ഷപാതങ്ങൾക്കോ ഇടം കൊടുക്കാതെ സുതാര്യമായ ഒരു ഭരണമാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുകയാണ്. തെറ്റായ പ്രചാരണങ്ങൾക്ക് വഴിവെക്കാതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങളെ സന്മനസ്സോടെ ഉൾക്കൊണ്ട് തിരുത്താൻ തയ്യാറായ മന്ത്രി സണ്ണി ജോസഫിന്റെ ഈ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. ജനപക്ഷത്തുള്ള ഈ വിപ്ലവകരമായ സുതാര്യ ഭരണത്തിന് കേരള ജനത ഒന്നടങ്കം പിന്തുണ നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ചെറിയൊരു വിവാദം ഉയർന്നപ്പോൾ തന്നെ മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ പോലെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ അളിയൻ ബെന്നി തോമസിനെ മാറ്റി നിർത്തിയ മന്ത്രി സണ്ണി ജോസഫിന്റെ നടപടി അതീവ പ്രശംസനീയമാണ്.